നിർമ്മാണം പൂർത്തിയായി ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ഇടുക്കി മൂന്നാർ ബോഡിമെട്ട് ദേശീയപാത ജില്ലയിലെ ടൂറിസത്തിന് മുതൽക്കൂട്ടാവുമെന്ന് ഡീൻ കുര്യാക്കോസ് എംപി. റോഡ് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി 5-ാം തീയതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മൂന്നാറിലെത്തിയതായിരുന്നു അദ്ദേഹം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത 85ന്റെ വികസനത്തിന്റെ ഭാഗമായി 381.75 കോടി രൂപ ചിലവിട്ട് പണി പൂർത്തീകരിച്ച മൂന്നാർ ബോഡിമെട്ട് റോഡ് ജില്ലയിലെ ടൂറിസം വളർച്ചയ്ക്ക് സഹായകരമാകുമെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി പറഞ്ഞു. പണി പൂർത്തിയായ റോഡ് നാടിന് സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി വരുന്ന 5-ാം തീയതി കേന്ദ്രമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാൻ മൂന്നാറിലെത്തിയതായിരുന്നു അദ്ദേഹം. ദേശീയപാത വികസനത്തിന്റെ പൂർത്തീകരണം അത് യാഥാർത്ഥ്യമായതിനു ശേഷം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഈ പദ്ധതി നാടിന് സമർപ്പിക്കുന്ന ഉദ്ഘാടന ചടങ്ങാണ് 5-ാം തീയതി നടത്തപ്പെടുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ബോഡിമെട്ട് മുതൽ മൂന്നാർ വരെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ദേശീയപാത നിർമ്മാണം. ജില്ലയിലെ ടൂറിസം വളർച്ചയ്ക്ക് സഹായകരമാകുന്ന വിവിധ പദ്ധതികളാണ് നടന്നുവരുന്നത്. മൂന്നാർ ബോഡിമെട്ട് റോഡ് വികസനം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള ദേശീയപാത വികസന പണികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. പ്രളയത്തിൽ തകർന്ന ചെറുതോണി പാലവും നിർമ്മിച്ച് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ പദ്ധതികളാണ് ഇവയെന്നും എംപി പറഞ്ഞു. ജില്ലയുടെ ഭൗതിക വികസന കാര്യങ്ങളിൽ ദേശീയപാത വികസനം ഏറ്റവും പരമപ്രധാനമാണ്. ടൂറിസം മേഖലയാണ് നമുക്ക് ഏറ്റവും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലെ ആദ്യത്തെ പടിയായിരുന്നു ബോഡിമെട്ട് മുതൽ മൂന്നാർ വരെയുള്ള പദ്ധതി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നല്ല നിലയിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ചെറുതോണി പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. 5-ാം തീയതി മൂന്നാറിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല മന്ത്രി നിതിൻ ഗഡ്കരി ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.